ബോധമില്ലാത്ത അമ്മാവന്മാരും അമ്മായിമാരും റിയാക്ട് ചെയ്ത് നോക്കിയത്. കാരണം അവര് ആ ജനറേഷനിലായിരുന്നു. സ്ത്രീത്വം, കന്യകാത്വം, അതൊക്കെ ഇങ്ങനെ പ്രൈസ് നടക്കുന്ന ഒരു ലോകത്തായിരുന്നു. ഓക്കെ, പക്ഷേ എന്റെ അമ്മ വരെ മാറി ചിന്തിച്ച ഈ ഒരു കാലഘട്ടത്തില് 2K കിഡ്സായി നിങ്ങൾക്ക് നാളെ ഇതൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്യാൻ? നിങ്ങൾക്ക് പുറകിലേക്കാണ് പോണ്ടേ? പുറകിലൂടെയാണ് പോകേണ്ടത് തോന്നുന്നു, വ്യക്തമായിട്ട് അറിയില്ല. ലൂസ് മോഷൻ ആണെങ്കിൽ പുറകിൽ കൂടെ തന്നെ പോവുക. പിന്നെ എന്താണ് ഇവിടുത്തെ 2K കിഡ്സ് ഒക്കെ മാറി ചിന്തിക്കണം എന്നുള്ളതാ. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഇട്ടോ ചില ആളുകളുടെ കുഴപ്പം, ചില യുക്തിവാദികളുടെ ഒരു കുഴപ്പമാണ്. ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് അത് പറഞ്ഞുതരാം. അതായത് ഇവരിപ്പോ പറയുന്നത് വെച്ചാൽ ഞാൻ 10 ആളെ കൂടെ ഒന്നും കിടന്നു കൊടുത്തിട്ടില്ല, ഞാൻ കുറച്ച് ആൾക്കാരെ കൂടെ കിടന്നിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. 2K കിഡ്, അതായത് 2K ടീംസിനോട് മാത്രമാണ് ഞാൻ ആ ഒരു സഹകരണം നടത്തിയിട്ടുള്ളൂ. ഞാൻ വേണമെങ്കിൽ മീറ്റും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരാന്നൊക്കെ പറയുന്നത്. എന്ത് ഊളത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടോ, ഏറ്റവും കൂടുതൽ യുക്തിവാദികളായ ആളുകളുണ്ടല്ലോ, ഇവരാണ് സത്യത്തിൽ അപകടം പിടിച്ച ആൾ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ദൈവവിശ്വാസികളായിട്ടുള്ള ആള് ഏത് മതമായിക്കോട്ടെ, അവരുടെ മതം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. അതായത് മദ്യപാനവും വ്യഭിചാരവും ഒക്കെ തെറ്റാണ് എന്നാവും പഠിപ്പിക്കുക, അല്ലെ? അതില് ഒരു കുറച്ച് ആളുകൾ തെറ്റായ ദിശയിലേക്ക് തന്നെ പോവും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില മനുഷ്യന്മാരങ്ങനെ അവർ തെറ്റായ ദിശയിലേക്ക് പോകും. എല്ലാവരില്ല, കുറച്ച് ആളുകൾ. നേരെ തിരിച്ച് എന്താണ് യുക്തിവാദി? എന്താണ് യുക്തിവാദികൾ പറഞ്ഞു നടക്കുന്നത്? സ്വാതന്ത്ര്യമാണ് എല്ലാത്തിനും. നമ്മുടെ മീശയുള്ള ആളില്ലേ, നമ്മുടെ മൈത്രേയൻ, അയാൾ പറയുന്ന വീഡിയോസും ചിലതൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന, ചിലതൊന്നും ഏറ്റെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പറയുന്ന കാര്യങ്ങളിൽ കഞ്ചാവൊക്കെ അടിപൊളിയാ, വലിക്കാം അടിപൊളിയാ. മദ്യപാനത്തിന് ഇപ്പൊ എന്താ കുഴപ്പമില്ല, അത് അദ്ദേഹം പറഞ്ഞല്ല കേട്ടോ പറഞ്ഞത്. മദ്യപാനം ഇപ്പൊ എന്താ കുഴപ്പമില്ലേ? വ്യഭിചാരപ്പോ 2K കിഡില്ലേ, എന്താ 10 ആളായിട്ട് ഇപ്പൊ എന്താ കുഴപ്പം എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് യുക്തിവാദികള്. ഇവരിലൊരു 70% ആളുകളോളം ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാന്നുള്ളതാണ്. ഇതാണോ പുരോഗമനം? എന്താണ് നിങ്ങൾ യുക്തിവാദം പറഞ്ഞ ഒരു മതമായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ മതം എന്ത് എതിർക്കുന്നോ ആ മതം എതിർക്കുന്ന സാധനം നമുക്കത് ചെയ്യാം. മദ്യപിക്കരുത്, എന്നാ മദ്യപിച്ചതിന്റെ കാര്യം. കഞ്ചാവ് വലിക്കരുത്, എന്നാ കഞ്ചാവ് വലിച്ചതിന്റെ കാര്യം. വ്യഭിചരിക്കരുത്, എന്നാ വ്യഭിചരിച്ചതിന്റെ കാര്യം. ഇതെന്ത് വൃത്തിയുടെ പരിപാടിയാണോ? എനിക്ക് എന്റെ അറിവിൽ കുറെ നല്ല യുക്തിവാദികളുണ്ട്. യുക്തിവാദികൾ എന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും വാദിക്കുന്നവരല്ല. അവര് അന്നത്തെ കാര്യം നോക്കി ജോലിയൊക്കെ എടുത്ത് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളാ. അതില് വ്യഭിചാരമില്ല, മദ്യപാനമില്ല, അതേപോലെ കഞ്ചാവലി, മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല. ഞാൻ കാര്യമായിട്ട് പറയാം, നിങ്ങളൊന്ന് പരിശോധിച്ച കാര്യം മനസ്സിലാവും എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകൾ കമന്റ് ഇടും, ഞാൻ യുക്തിവാദിയാണല്ലോ, ഞാനത് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത്. അതാണ്, കുറച്ച് ആളുകൾ അത് പറയും, കുറച്ച് ആളുകൾ അത് പറയില്ല. ഇപ്പൊ ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ? അതായത് ഞാൻ തെരഞ്ഞെടുത്തത് 2K കിഡ്സിനെയൊക്കെയാണ്, അതിൽ 90s ഇല്ല, നിങ്ങളൊക്കെ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. അതായത് ഇവർക്കെതിരെ റിയാക്ട് ചെയ്തവരോടാണ് ചോദിക്കുന്നത്. പല ആളുകളുടെ കൂടെയും ബെഡ് ഷെയർ ചെയ്തു എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോട് കൂടിയിട്ട് 2K കിട്ടുന്നത് മനസ്സിലാവും. അത് വളരെ സർവ്വസാധാരണമാണ്. എന്താ അപകടം പിടിച്ച വാക്കാണത്? അതായത് ഇവര് ഇങ്ങനെ കുറെ മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ മക്കൾ നാശാവും. അത് ആദ്യം മനസ്സിലാക്കുക. ഇഷ്ടമുള്ള ആളുകളെ പ്രണയിക്കുന്നതിന് തെറ്റുണ്ടെന്ന് ആരും പറയുന്നില്ല. ആ ഇഷ്ടമുള്ള ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വലിയ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് ദിവസങ്ങൾ കൂടുന്തോറും മാറി 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 ആളുകളുടെ എണ്ണം മാറുമ്പോ പെരുമ്പാവൂരുള്ള അവസ്ഥയിലേക്ക് മാറും. 15 ആൾക്ക് എയ്ഡ്സ് ഒക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് ചാച്ചി പറയണമെന്ന് കേൾക്കാം. ഹലോ ഗായ്സ്, ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ശ്രീലക്ഷ്മി ആരൊക്കെ 10 പേരുടെ കൂടെ സെക്സ് ചെയ്തത്. അയ്യോ, ഞാൻ ആരാ ഏട്ടാ? നിങ്ങൾ ആ ഇന്റർവ്യൂ കറക്റ്റ് ആയിട്ട് എടുത്തു നോക്കുക. ഞാൻ 10 പേരിൽ താഴെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് 10 നിങ്ങൾ ഒപ്പിക്കരുത്. 10 ആവാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഞങ്ങൾ ഇതിനൊക്കെ ടമാർ പടാർന്ന് തന്നെയാ പറയുക. ഇതിനൊരു മാറ്റമില്ല, ടമാർ പടാറ് തന്നെ. 10 പേരാവാൻ പോകുന്നുള്ളൂ എന്നാ പറയുന്നത്. എന്തൊരു അഭിമാനത്തോട് കൂടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇവരിത് പറയുന്നേ, അല്ലേ? ഇവരെന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഞാൻ ഈ വീഡിയോയിലൂടെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള ടീംസിന്റെ വീഡിയോ ഒന്നും കാണാതിരിക്കാനും അതേപോലെ നമ്മുടെ മക്കളൊന്നും ഈ രീതിയിൽ ആവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 10 ആളാവാൻ പോകുന്നുള്ളൂ എന്നാ പറയുന്നത്. പെരുമ്പാവൂരത്തെ അവസ്ഥ ചേച്ചി മറക്കല്ലേ. പിന്നെ ഇതൊക്കെ എന്റെ ബോഡിനെ സംബന്ധിച്ച കാര്യമാണ്. ഞാൻ ഈ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ ആണുങ്ങളെ പുറകെ കരഞ്ഞു വിളിച്ചൊക്കെ പോകും. എന്താ പറയാ, എല്ലാരും എന്നെയാണ് ബ്രേക്കപ്പ് ആക്കിയിട്ട് പോയിരുന്നത്. ആക്ച്വലി നമ്മുടെ സമൂഹത്തിലെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഒക്കെ വിളിക്കാനുള്ള സ്കോപ്പ് ഉണ്ട് ഈ ആൾക്കാർക്കെതിരെ. വിളിയങ്ങ് നമ്മളിപ്പോ കേക്കട്ടെ, മീറ്റും കൂറ്റൊക്കെ. നീയൊക്കെ മീറ്റ് വിളിച്ചു കഴിഞ്ഞാൽ കോടതി അത് കാർക്കിച്ച് തുപ്പും പോടുന്നെന്ന് പറയും. കാരണം അമ്മാതിരി ഊളത്തരങ്ങളാണ് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നതും കമന്റ് ഇടുന്നതും ഒക്കെ. എല്ലാ ജനങ്ങളും കുത്തിപ്പോക്കിയിട്ടുണ്ടോ? അമ്മാതിരി നല്ല മനുഷ്യത്വ, നല്ല അടിപൊളി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിനെ കാണുമ്പോഴേക്കും അപ്പൊ ചെകുത്താൻ ഓർമ്മ വരും. ചെകുത്താൻ ഇവർ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. ഊളത്തരയെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ എന്നുള്ളതാണ്.
കുശകത്വം നല്ലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാരിറ്റി വിത്ത് ക്ലാരിറ്റി, ക്ലാരിറ്റി വിത്ത് ചാരിറ്റി, അങ്ങനെ ഒരു കാര്യം പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇത് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതിൽ ചർച്ച ചെയ്യണ്ട. ഓക്കെ, അപ്പോ എന്റെ ശരീരം എന്റെ ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ എന്നാ പറയുന്നത്. അത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോലെ, എന്തിന് ജനങ്ങളെ മുന്നിലേക്ക് അറിയിക്കുന്നത്? ജനങ്ങൾ കമന്റ് ഇടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ തലമാരയിൽ വെച്ച് പൂട്ടണം. ജനങ്ങളെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത ആളുകൾ കമന്റ് ചെയ്യില്ലേ? എന്നിട്ട് കിടന്ന് മോങ്ങിയിട്ട് എന്ത് കാര്യമുള്ളേ? പക്ഷേ അതൊരു കൺസെന്റ് ഉള്ള റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഞാൻ ഓൺ ചെയ്യുകയും അടുത്ത ആളെ പോയി പ്രേമിക്കുകയും ചെയ്തു. അതിനെന്താണ് തെറ്റ്? ഇതെന്റെ സർവൈവൽ മെക്കാനിസം ആണ്. അങ്ങ് വിളി. ഇതെന്റെ സർവൈവൽ മെറ്റീരിയൽ, എന്ത് തേങ്ങയാണിത്? അല്ല, മെക്കാനിസം അല്ലേ? നല്ല മെക്കാനിസം ആയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ല, അസുഖം വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണത് നല്ലതാണെന്നുള്ളതാണ്. ഒന്ന് പോയാലും ഞാൻ അടുത്തതിനെ പിടിക്കും. ഇതിങ്ങനെ മാറി മാറി പിടിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത്. ഇതിന് മാത്രം ഇതിന്റെ പിന്നാലെ ആരാടാ നടന്നുകൊണ്ടിരിക്കുന്നേ? വല്ലാത്ത ടീം തന്നെ. അപ്പോ കണക്കുകളൊന്നും അത് ശരിയാവുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ കണക്കുകളൊക്കെ ഇന്റർവ്യൂ നോക്കി കറക്റ്റ് ആയിട്ട് പറയുക. എന്താണ് പറയുന്നത് കറക്റ്റ് ആയിട്ട് കേൾക്കുക. കറക്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ കേട്ടത്. 10ൽ താഴെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോ കൂട്ടുകാരികൾ പറഞ്ഞു, അയ്യേ വെറും 10 ഉള്ളൂ, എന്നിട്ട് നിന്നെ ആളുകൾ കളിയാക്കുന്നു, അത്രമാത്രം അടിപൊളി കൂട്ടുകാരന്മാര് നിനക്ക് ഉണ്ട് എന്നാ പറയുന്നേ. അതെന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിൽ അയ്യങ്കാളിയൊക്കെ നിൽക്കുന്നത്. അദ്ദേഹമൊക്കെ എന്തിനു വേണ്ടിയാണ് പോരാടിയത് എന്ന് പോലും അറിയില്ല തോന്നുന്നു. എന്താ ഒരു ഉളുപ്പില്ലാതെ ഞാൻ പറയുന്നില്ല. പിന്നെ അഥവാ ഇവന്മാരിട്ടിട്ട് പോകുമ്പം നമ്മൾ ഇതൊക്കെ പുറത്ത് പോയി ആരോടെങ്കിലും പറഞ്ഞിട്ട് എന്താ പറയാ, ഇവര് പറയും, അയ്യോ ഇവൾ അവന്റെ കൂടെ പോയിട്ടല്ലേ, ഇവന്റെ കൂടെ പോയിട്ടല്ലേ. നമ്മൾ വേറെ അടുത്ത ഇതൊക്കെ ഒരു നോർമൽ കാര്യമല്ലേ എന്നൊക്കെ. ഇനി നമ്മളിത് മൂവ് ചെയ്തിട്ടുണ്ട്. ഇവന്മാര് പറയും, അയ്യോ ഇവളെന്തൊരു പോക്ക് കേസ്, ഇവൾ ഒരുത്തനെ അവള് പ്രേമിച്ച അവനുമായിട്ട് അവനെ തന്നെ ഓർത്ത് കരഞ്ഞു വിളിച്ചിരിക്കണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദി സതി കോൺസെപ്റ്റ്? സാധനം വന്ന് എന്താ വരാത്തിരിക്കുന്നത്? സതി കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അതായത് ഒരു പ്രേമം ഉണ്ടായി, ആ പ്രേമം പൊളിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കരഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ജനങ്ങൾ പറയത്രേ, നീ എന്തിനാ അതും പിടിച്ചോണ്ടിരിക്കുന്നത്? പോയി കഴിഞ്ഞാൽ അടുത്തതിനെ പിടിച്ച ഇവളെന്ത് സ്വഭാവമാണെന്ന് പറയും. ഇതൊക്കെ ആര് പറയുന്നേ? സോഷ്യൽ മീഡിയയിൽ കൊടുന്നിട്ടാൽ അഭിപ്രായം പറയും. സോഷ്യൽ മീഡിയയിൽ കൊടുന്നിടാതിരിക്കുകയാണെങ്കിൽ അത് ആരെന്ത് പറയാനാ? നമ്മളതിനത് ബോധേഡാവുന്നേ. നിങ്ങൾ അതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ഭയങ്കര സ്വതന്ത്ര ചിന്താഗതിക്കാരിയാണ്, ഞാൻ ഭയങ്കര നിരീശ്വരവാദിയാണ്, ഞാൻ ഭയങ്കര ഫെമിനിസ്റ്റിയാണ്. പക്ഷെ ചില കാര്യങ്ങൾക്ക് ആണുങ്ങൾ വേണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ള ആളുകളെ കുറിച്ച് എന്തിന് ബോധേഡാവുന്നു? അപ്പൊ അത്രേ ഉള്ളൂ. ഊളത്തരം കാണിച്ചിട്ട് ഞാൻ ലാട്ടിക്കൂ, ഞാൻ പറയുന്നില്ല. ഒരാൾ മരിച്ചാൽ ഒരാൾ പോയി അയാൾ തന്നെ ഓർത്തിരിക്കണോ? ബാക്കി അവര് കട്ട് ചെയ്ത് കളഞ്ഞ മറ്റേ സാധനം ഇട്ടുണ്ടായിരുന്നു അവിടെ, എന്തൊരു തെറി പറഞ്ഞങ്ങ് പോയതാന്നുള്ളതാണ്. രേണുസുധിയുടെ ഒക്കെ നിലവാരം ഇപ്പൊ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ മരിച്ചപ്പോ അയാളെ വിറ്റ് കാശാക്കി മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. ആ ഒരു പേര് ഇവിടെ കൊടുത്തിട്ട കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ അവർ തമ്മിലൊരു ഡിഫറൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നടന്ന് 10 ആളെ മുട്ടിക്കാൻ പോവല്ലേ, അവരുടെ കാര്യത്തിൽ ആ രീതിയിലൊന്നും ആരും ഒന്നും പറയുന്നില്ല. അവര് ഭർത്താവ് മരിച്ചപ്പോ കോപ്രായതരങ്ങൾ കാണിച്ച് ആ പേരും വെച്ച് ഇങ്ങനെ നടക്കുന്നതന്നെ പറയുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അതല്ല, സ്വയം വന്ന് പറയാണ് നിങ്ങൾ. അതായത് ഞാന് 10ാമത്തെ ആളെ മുട്ടിക്കാൻ പോവാണേ, മീറ്റ് ഉണ്ടാക്കാൻ പോവാണ് എന്നൊക്കെ. രേണുസുധി അങ്ങനെ എന്തായാലും പറഞ്ഞിട്ടില്ല. പ്രേമത്തിനെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതൊക്കെ വെറുതെ വിടുവായിത്തരാന്ന് ജനങ്ങൾക്ക് മനസ്സിലായതാ. അപ്പോ ഞാൻ ഈ 5ൽ കൂടുതലും 10ൽ താഴെ പേര് ആയിട്ടൊക്കെ, അത് കുറെ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്സാണ്. പിന്നെ കുറച്ച് 2-3 പേരൊക്കെ അബ്രോഡൊക്കെയാണ്, അവരൊക്കെ പുറത്തൊക്കെ പോയി, അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എനിക്ക് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ഓടിയൊക്കെ വരാറുണ്ട്. പിന്നെ ചില ആൾക്കാരെയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് അങ്ങ് കളഞ്ഞാണ്, കാരണം അവന്മാരുടെ പെർഫോമൻസ് ശരിയില്ലാത്തതുകൊണ്ട്. ഇതിനൊക്കെയാണ് ജനങ്ങള് കൃത്യമായിട്ട് പറയുന്നത് പടക്കക്കട. ഓക്കെ, ഇതിന് കൃത്യമായിട്ട് തന്നെ പറയാം. പണം വാങ്ങുന്നതിന് മാത്രം പടക്കക്കട എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പടക്കക്കട തന്നെ, ഒരു തർക്കം വേണ്ട, ഒക്കെ പട പൊട്ടിത്തെറിക്കാഞ്ഞാൽ മതി, പണ്ടാര പറഞ്ഞ പോലെ. പിന്നെ ചില ആൾക്കാരൊക്കെ വർഷങ്ങളായിട്ട് കൂടെ നിന്ന ആൾക്കാരാണ്. നോട്ട് ദ പോയിന്റ്, അവർ നല്ല ആൾക്കാരായിരുന്നു. കുറെ ആളുകൾ വർഷങ്ങളോളം കൂടെ നിന്ന ആളുകളാണ്. ഇതല്ല, നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം. അവരൊക്കെ പിന്നെ പതുക്കം ഒഴിവാക്കി പോയി എന്നാ പറയുന്ന ചേച്ചി. പിന്നെ എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാല് ഓടിയൊക്കെ വരും. അപ്പോ ഞാൻ ഇതിനെ വലിയ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ് ആയിട്ട് മാത്രമാണ് കാണുന്നത്. ചില ആളുകൾ പിന്നെ എപ്പോഴും വിളിച്ചങ്ങ് ഓടി വരും എന്നാ പറയുന്നത്. കാരണം ഫ്രണ്ട് വിത്ത് അതാണല്ലോ ബെനിഫിറ്റ് അല്ല. അപ്പൊ പിന്നെ വിളിച്ച ഓടി വരാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഫ്രീ തിങ്കർ അല്ലേ, എന്താ കുഴപ്പമുള്ളേ? എന്നാൽ എനിക്ക് പൈസയ്ക്കൊന്നും ഈ പരിപാടിക്കൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ഞാൻ അന്ന് കഴിഞ്ഞു പോയത്. കാരണം പൈസയ്ക്ക് വേണ്ടി ട്യൂഷൻ എടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുമല്ലേ. നിങ്ങൾ ഇതിനൊക്കെ ഡിഫറൻസ് മനസ്സിലാക്കണം. ഒരാളുടെ ചൂസ് ചെയ്യാനുള്ള അവകാശത്തെ പറ്റിയിട്ടും അതിന്റെ ഒരു ഭരണഘടന നമുക്ക് റൈറ്റിനെ പറ്റിയൊക്കെ മനസ്സിലാക്കണം.
ഓക്കെ. ആ ശരി, വളരെ സന്തോഷം, മനസ്സിലാക്കി തന്നു. എന്റെ പൊന്നു മാതാപിതാക്കളെ, ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ വീഡിയോ നിങ്ങളെ മക്കൾ കാണാൻ ഇടപെടരുതേ എന്നുള്ളത്. ഈ ട്യൂഷൻ വിളിക്കുന്ന ആളുകളോടും കൂടിയിട്ട് പറയാനുള്ളത്, നിങ്ങളെ മക്കൾക്ക് നല്ല ടീച്ചറെ തന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഏതോ ഒരു സ്റ്റുഡന്റ് വിളിച്ച് ചോദിച്ചതും നമ്മൾ കേട്ടതാണെന്നുള്ളതാണ്. 2 ഇട്ടിട്ട് ഉപയോഗിക്കണത് 1 മതിയോ എന്നുള്ളത്. മോനെ 2 ഇടണ്ടടാ, 1 മതിയടാ എന്ന് പഠിപ്പിച്ചു കൊടുത്ത ചാച്ചിയാണ് ചാച്ചി. നല്ല ടീച്ചറാണ്. എന്തായാലും കൊള്ളാം, ഭരണഘടന പറയുന്ന കാര്യങ്ങൾ അത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഇപ്പൊ വീഡിയോ ചെയ്യേണ്ടത് എത്രാമത്തെ ടീഷർട്ട് തകർച്ചിട്ടു ഗൈസ്. അപ്പോ ഞാൻ ഈ എന്റെ പഴയ റിലേഷൻഷിപ്പുകളൊക്കെ ആയിട്ട് വീട്ടൊന്നും വിളിക്കൂല കേട്ടോ. കാരണം എനിക്ക് അതൊക്കെ എന്താ പറയാ, നല്ല മൊമെന്റ്സും തന്നിട്ടുണ്ട്, ചീത്ത മൊമെന്റ്സും തന്നിട്ടുണ്ട്. എല്ലാ റിലേഷൻഷിപ്പിനെയും പോലെ തന്നെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളും കരഞ്ഞു വിളിച്ചൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. എന്നെയാണ് എല്ലാവരും ഇട്ടിട്ട് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ എല്ലാ റിലേഷൻഷിപ്പും തുടങ്ങുമ്പോൾ കമ്മിറ്റ്മെന്റ് ഇല്ലെന്നും എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നും ഒക്കെ ഞാൻ പറയാറുണ്ട്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലേക്ക് മാത്രം ഞാൻ ഇൻവോൾവ് ആകത്തുള്ളൂ. ഓക്കെ, ലൈറ്റ് നിർത്ത്, ഒന്ന് പോയി. എന്നെയാണ് എല്ലാവരും ഉപേക്ഷിച്ച് പോക്ക് എന്നാ പറയുന്നത്. സ്വഭാവം മനസ്സിലാകുമ്പോ പിന്നെ ആളുകൾ പോന്ന, പിന്നെ അവർക്കും തോന്നുന്നുണ്ടാവുമല്ലോ, ഒന്ന് കഴിഞ്ഞ് ഒന്നല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അസുഖം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ പോകും. പനി പിടിക്കണ പോലെയല്ല, മറ്റേ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് പോകുന്നില്ല, അങ്ങ് കൊണ്ടുപോകും നമ്മളെ. അതുകൊണ്ടാ പേടിച്ചിട്ട് ഓടിയതാവും എന്നുള്ളതാണ്. എനിക്കിപ്പോഴും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്, നല്ല സുഹൃത്തുക്കൾ എന്തായാലും. പിന്നെ എന്താ പറയാ, പിന്നെ ഞാൻ എന്റെ എല്ലാ റിലേഷൻഷിപ്പിലും ആരുടെ റിലേഷൻഷിപ്പ് ആയാലും അവരോട് എന്റെ പഴയ കാര്യങ്ങളൊക്കെ പറയാറൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ ഈ ഒളി മറ അങ്ങനത്തെ ഒന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയണം. അതുകൊണ്ട് തന്നെ എന്നോട് എല്ലാവരും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ എനിക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആണുങ്ങൾ കാരണം റിലേഷൻഷിപ്പ് ഉണ്ടായി. പക്ഷെ അത് നല്ല മൊമെന്റ്സ് തന്നിട്ടുണ്ട്, നല്ല ഫ്രണ്ട്സുമാണ്. ഇപ്പം എന്തെങ്കിലും വിഷമം കൂടി വരും. അതുകൊണ്ട് മീറ്റും അത് ഒന്നും വിളിക്കൂല കേട്ടോ. വിളി, ധൈര്യമായി അങ്ങ് വിളി എന്നുള്ളതാണ്. എന്താണ് ഇവരുടെ ഡാഡുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, എന്തോ ഞാൻ പറയുന്നില്ല ഇവിടെ. അത് ജനങ്ങൾക്ക് അറിയാം, പിന്നെ അത് ഞാൻ ഇവിടെ വലിച്ചിടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അയാൾ ഇവിടെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. കാരണം ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹത്തിനെയും കുറ്റം പറയാൻ പറ്റില്ല. സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ, നല്ല കാര്യം. ആക്ച്വലി ഗായ്സ്, എന്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ 90s കിഡ്സ് വളരെ കുറവാണ്. 2K കിഡ്സ്, ജെൻസി പിള്ളേര് ഒക്കെ ആയിട്ടാണ് ഞാൻ കമ്പനി അടിച്ചിറങ്ങുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമേ അല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കണം, ദൈവമേ, ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മറിച്ചൊക്കെ അമ്മായിമാരും ആണോ? എന്താ ഇതൊക്കെ ഒരു നോർമൽ കാര്യമല്ലേ? ഇതിനൊക്കെ എന്തിനാ ഇങ്ങനെ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുന്നത്? അതും ഈ 2K ഗെയിമിംഗ് ആൾക്കാരൊക്കെ ഒരെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരൊക്കെ ഏത് ലോകത്താ? എനിക്ക് ഞാൻ വിചാരിക്കും. കാരണം ഇതിനെ വേറെ വാക്കാ പറയാൻ ഞാനിവിടുന്ന് പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്താഗതിയുള്ള ആളുകളെ വേറെ വാക്ക് പറയാൻ കഴിയും. താൽക്കാലികമായിട്ട് ഞാൻ ആ വാക്കുകൾ ഇവിടെ സെൻസർ ചെയ്തത് കൊണ്ട് പേടിക്കേണ്ടതായിട്ടില്ല. ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്, ഇതൊക്കെ നോർമലാണെന്നാ പറയുന്നത്. ഇതാണ് ഇവരുടെ ഒക്കെ ഒരു കുഴപ്പം. ഇതൊക്കെ നോർമലാണ്. ഇവർ ആർക്ക് വേണ്ടിയൊക്കെ സംസാരിക്കാറ് നമുക്ക് അറിയാലോ. LGTVക്ക് വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാ. ഒക്കെ നോർമലാണ്. 2K കിഡ്സിനെ അത്ര ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അവരിങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, പ്രേമം മൂത്താൽ ഉടനെ അത് സെക്സിലേക്ക് കടക്കുക, അത് പെട്ടെന്ന് ഒഴിവാക്കി അടുത്തയിലേക്ക് പോവുക എന്നാണ് ഇവർ പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ പൊന്നു മാതാപിതാക്കളെ, ഇങ്ങനെയുള്ള തറകളുടെ ഒക്കെ വീഡിയോസ് നിങ്ങളുടെ മക്കൾ കാണാൻ ഇടവരാതിരിക്കുക. 18 വയസ്സ് വരെയെങ്കിലും നിങ്ങളുടെ മക്കളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നിങ്ങൾ മോണിറ്റർ ചെയ്യുക. അല്ലാത്ത പക്ഷം വലിയ അപകടത്തിലേക്ക് പോവേണ്ടി വരും. ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ, 2K കിഡ്സിന് ഇതൊക്കെ മനസ്സിലാവും എന്നുള്ളത്. 2K കിഡ്സ് ഈ രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. ഇത്തരം യുക്തിവാദികളൊക്കെ ആയി നമ്മുടെ മക്കൾ മാറിയാലുള്ള അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ മതം അടിച്ചേൽപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ബോധം അത് ഉണ്ടാക്കി കൊടുക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതേപോലെ തന്നെ ഇത്തരം കൂട്ടുകെട്ടുകളും ലഹരി ഉപയോഗങ്ങളും ഒക്കെ മോശമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് നമ്മുടെ മക്കൾക്ക് വേണം. ഇങ്ങനെയുള്ള അധ്യാപകന്മാരൊക്കെയാണ് അവർക്ക് ഉള്ളത് വെച്ചാൽ കഴിഞ്ഞ കഥ. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് പറയണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഊളത്തരാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഊളത്തരം പറയും. ഇത് കണ്ട് കുറെ 2K കിഡ്സ് ശരിയാ, നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് പോകാം, ഒരേ സമയം ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റിലേക്ക് പോകാം എന്ന രീതിയിലേക്ക് മാറും. ഈ കൂടുതലും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അപകടം പിടിച്ച രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ വരാൻ സാധ്യതകളുണ്ട്, പല ആളുകൾക്കും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ലഹരിയുടെ ഉപയോഗം കൂടും, ഇവർ ശരിക്കും അതിന്റെ പിന്നാലെ പോകും. പെണ്ണുപിടി, ലഹരി, അങ്ങനെ വൃത്തികെട്ട രീതിയിലേക്ക് പോകുന്ന ഒരു ജനറേഷൻ നമുക്ക് വേണോ? നന്നായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. പരമാവധി ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.